എടേ ഇത് ചത്തില്ലായിരുന്നാ? ഇസ്രായേലിൽ നിന്നുള്ള ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കക്കൂസ് പൊട്ടി തകർന്നെന്നാണല്ലോ. കക്കൂസ് പൊട്ടിയില്ലായിരുന്നല്ലേ, ചത്തില്ലേ? ഇറാന്റെ മിസൈല് വീണ് ഇവളെ കുണ്ടിമേ കൊണ്ട് ഇവള് പൊട്ടിത്തെറിച്ചെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. പൊട്ടിത്തെറിച്ചില്ല. അപ്പൊ കക്കൂസ് ഇപ്പം വന്നിട്ടുണ്ട്, പുതിയ എന്തോ വർത്തമാനമായിട്ട്. കണ്ടു നോക്ക് കക്കൂസ് എന്താ പറയുന്നെന്ന്. ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ഏത് ക്യാപ്റ്റൻ? വെള്ളത്തിൽ മുങ്ങി പോകുന്ന ക്യാപ്റ്റൻ, നേരെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ക്യാപ്റ്റൻ, ആളുകളെ കണ്ട് പേടിച്ചോടുന്ന ക്യാപ്റ്റൻ. ഇതൊക്കെ വെച്ചിട്ട് ബിജെയും വിട്ട് നിന്നെ പോലുള്ളവന്മാർക്ക് ഉളുപ്പില്ലാതെ കളിക്കാവുന്ന അല്ലാണ്ട് ആ പിണുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാട് കുട്ടിച്ചോറായി കിടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത് ആരൊക്കെയോ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ അങ്ങ് ഭരണം നടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഒരു പ്രത്യേക ആക്ഷൻ, ആ ആക്ഷനാണ് കടക്ക് കറുത്ത് എന്ന് പറയുന്ന ആക്ഷൻ, ആ മോന്ത വീർപ്പിച്ചിട്ടുള്ള ആക്ഷൻ. ഇതിനെയൊക്കെ പോയി ഒരു മുഖ്യമന്ത്രി എന്ന് പറയാനായിട്ട് ആ നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ഇതിനൊന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ബിജെപി ഇട്ട് കളിക്കാൻ കുറെ സഖാക്കള്. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? നരേന്ദ്രമോദിയെ നോക്കി പഠിക്കുക. തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഗാംഭീര്യം. പൂച്ച കണ്ടാൽ പോലും ഓടിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട. നമസ്കാരം. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പുറത്തും അകത്തുമുള്ള മലയാളികൾക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. ഇസ്രായേലിലുള്ള ഒരു മലയാളി യുവതിയുടെ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇസ്രായേലിലെ സുരക്ഷിതത്തിൽ നിന്നുകൊണ്ടാണ് അവരത് പറയുകയും ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അറിയാമല്ലോ, കമ്മികൾ ചിലപ്പോൾ ഇന്നോവ വിട്ടേക്കും. പക്ഷേ അവർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പിണറായിയോടുള്ള അതേ അഭിപ്രായമല്ല കേട്ടോ. പിണറായിയോട് നരേന്ദ്രമോദിയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇറാൻ ആക്രമിക്കുന്നു. ഈ ഫുണ്ടി മോള് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഒരു മിസൈൽ ഇട്ട് ഇതിനെ അങ്ങ് തകർത്തളയണം. വൃത്തികെട്ട ഒരു മൈരത്തിയാണത്. വാ തുറക്കുന്നത് കക്കൂസായിട്ടാണ്. ഇതിനെ ബോംബിട്ടൊന്നും കൊല്ലാനുള്ള ഒരു വഴിയൊന്നും ഇല്ലേടേ, അങ്ങ് കൊന്നുകളയടേ. അവക്ക് പിണറായി വിജയനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, നരേന്ദ്രമോദിനെ ഇഷ്ടപ്പെട്ടത്. മൈ ഫ്രാറ്റ്. ഇതിനെ ബോംബിട്ട് കൊല്ലുന്നവർക്ക് അവാർഡ് പ്രഖ്യാപിക്കണം ഈ തീട്ടത്തിന്. കാക്കൂസ് വെറും കക്കൂസല്ല, നാടൻ കക്കൂസ്. ഓട് മയിര്.